RSS രാജ്യത്തിനു നൽകിയ എക്കാലത്തെയും സമാനതകളില്ലാത്ത പ്രഗത്ഭനായ സംഘാടകനാണ് ടേംഗഡ്ജി. ആദർശ ജീവിതത്തിന്റെ സൂര്യതേജസ്സായി പരസഹസ്രം പ്രവർത്തകരുടെ മനസ്സിൽ ആവേശത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പൊൻപ്രഭ വിതറാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുല്യ സംഘാടകൻ, ഉജ്ജ്വലനായ വാഗ്മി, ചിന്തകൻ, ദാർശനികൻ, എഴുത്തുകാരൻ തുടങ്ങിയ നിലകളിൽ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ വൈചാരിക മേഖലയ്ക്ക് അതുല്യ സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും മാർഗദർശനം കൊണ്ടും ലഭിച്ചിട്ടുള്ളത്. ഏറ്റെടുത്ത എല്ലാ ചുമതലകളും അർത്ഥവത്താക്കാനും പൂർണ്ണത കൈവരിക്കാനും കഴിഞ്ഞു. നിയമബിരുദത്തിനു ശേഷം 22ാമത്തെ വയസ്സിൽ RSS പ്രചാരകനായി പൊതുപ്രവർത്തനം ആരംഭിച്ചു. സംഘപ്രവർത്തനത്തിനു വേണ്ടി കേരളത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ പ്രചാരകൻ അദ്ദേഹമായിരുന്നു. കേരളത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് RSSന് ശക്തമായ അടിത്തറ പാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ടേംഗഡ്ജിയുടെ നേതൃത്വത്തിൽ നിരവധി സംഘടനകൾക്ക് രൂപം നൽകുകയുണ്ടായി. ABVP, ഭാരതീയ ജനസംഘം തുടങ്ങിയ സംഘടനകൾ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രമുഖ പങ്കുവഹിച്ചു. ഭാരതീയ കിസാൻ സംഘ്, ഭാരതീയ മസ്ദൂർ സംഘ്, സ്വദേശി ജാഗരൺ മഞ്ച് തുടങ്ങിയ ഒട്ടനവധി സംഘടനകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 1955 ജൂലൈ 23 BMS രൂപീകരിച്ചതോടെ തൊഴിലാളി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന് ടേംഗഡ്ജി ഊന്നൽ നൽകി. നിരവധി തൊഴിലാളി സംഘടനകൾ തൊഴിൽ രംഗത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് വേറിട്ട ആശയവും പ്രവർത്തന ശൈലിയുമായി BMS ആരംഭിക്കുന്നത്. മറ്റ് തൊഴിലാളി സംഘടനകളുടെ കടുത്ത അവഗണനയെയും അവഹേളത്തെയും വിമർശനത്തെയും അതിജീവിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ടു പോയി. ടേംഗഡ്ജിയുടെ ജീവിതകാലത്തു തന്നെ രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി മാറാൻ BMSന് കഴിഞ്ഞു. ടേംഗഡ്ജിയുടെ ശക്തമായ നേതൃത്വവും തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള പഠനവും അത് പരിഹരിക്കുന്നതിനുള്ള മാർഗവും കണ്ടെത്തി പ്രവർത്തന രംഗത്ത് ആവിഷ്കരിച്ചതാണ് BMSനെ ശക്തിപ്പെടുത്തിയത്. നൂതനമായ ആശയങ്ങൾ തൊഴിലാളി മേഖലയിൽ ആവിഷ്കരിച്ചു. വർഗസംഘർഷമല്ല, വർഗ സമന്വയമാണ്. മെയ് ദിനമല്ല, വിശ്വകർമ്മ ജയന്തിയാണ് തൊഴിലാളി ദിനം. തൊഴിലാളി തൊഴിലുടമ സൗഹൃദം രാജ്യനന്മയ്ക്ക്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്നല്ല, തൊഴിലാളികളെ ലോകത്തെ ഒന്നാക്കൂ. രാഷ്ട്രീയ തൊഴിലാളി സംഘടനയല്ല, സ്വതന്ത്ര തൊഴിലാളി സംഘടന. മാനേജ്മെന്റിൽ തൊഴിലാളി പങ്കാളിത്തം, തൊഴിലാളി ശക്തിയെ രാഷ്ട്ര നന്മയ്ക്ക് തുടങ്ങിയ ആശയങ്ങൾ തൊഴിലാളി മേഖലയിൽ ഇന്ന് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. രാജ്യത്തെ മുഖ്യധാര തൊഴിലാളി സംഘടനകൾ ഇന്ന് പരസ്യമായി സ്വതന്ത്ര തൊഴിലാളി സംഘടനകൾ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് BMS ആശയത്തിനുള്ള അംഗീകാരമാണ്. BMSന്റെ ആശയം അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി 22ൽ പരം വിദേശ രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ സർക്കാരുകളും തൊഴിലാളി സംഘടനകളും ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ടേംഗഡ്ജി പര്യടനം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം വൻ പിന്തുണയാണ് BMSന് ലഭിച്ചത്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ സമ്മേളനത്തിൽ BMS പ്രധാന ചർച്ചാ വിഷയമാണ്. തൊഴിലാളികളുടെ കൂട്ടായ വിലപേശലിനു വേണ്ടി തൊഴിലാളി സംഘടനകൾ ആശയവൈരുദ്ധ്യം മറന്ന് വിശാലമായി ഒന്നിക്കണമെന്ന് ടേംഗഡ്ജിയുടെ ആശയം വർത്തമാന കാലഘട്ടത്തിലെ തൊഴിലാളി സംഘടനകളുടെ മുഖ്യ അജണ്ടയായി മാറിക്കഴിഞ്ഞു. തൊഴിലാളി സംഘടനാ രംഗത്തു മാത്രമാണ് ഇത്തരമൊരു ശക്തമായ കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത്. മറ്റു തൊഴിലാളി സംഘടനകളുമായി നല്ല സൗഹൃദം സൃഷ്ടിക്കാനും തൊഴിലാളി ഐക്യത്തിനു വേണ്ടി അവരെ ഒരു കുടക്കീഴിൽ അണിനിരത്താനും ടേംഗഡ്ജിക്ക് കഴിഞ്ഞു. രാജ്യത്തും ലോകത്തും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. ലോകത്തിൽ റഷ്യ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചേരിയും അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന മുതലാളിത്ത ചേരിയും ഒരുപോലെ ലോകത്തിന് സമഗ്രമായ ക്ഷേമവും പുരോഗതിയും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ കഴിയുകയില്ലെന്ന് 1980കളുടെ ആദ്യത്തിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അന്ന് പലരും ഇതിനെ പുച്ഛിച്ചു തള്ളിയെങ്കിലും പിന്നീടത് യാഥാർത്ഥ്യവും ചരിത്ര സത്യവുമായി മാറി. കമ്മ്യൂണിസം പൂർണ്ണമായും തകർന്നടിഞ്ഞ് ചരിത്രത്തിലെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു. ലോകത്താകമാനം സാമ്പത്തിക ഭീകരവാദം അടിച്ചേൽപ്പിക്കുന്ന അമേരിക്കയും മറ്റ് മുതലാളിത്ത രാജ്യങ്ങളും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടി ഉലയുകയാണ്. അമേരിക്കയിലെ വാൾസ്ട്രീറ്റിലും രാജ്യത്താകമാനവും പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ഇത്രയും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ കണ്ടറിയാനുള്ള ടേംഗഡ്ജിയുടെ തിരിച്ചറിവ് അപാരമാണ്. കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനും ബദലായി മൂന്നാമതൊരു വഴി ഭാരതത്തിന്റെ തത്വശാസ്ത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഗത്ഭ സൃഷ്ടിയായ തേർഡ് വേ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ അതിവിദൂരങ്ങളായ ഭാവിയിൽ ഇത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന മഹാത്മാഗാന്ധിയുടെ വചനത്തോട്
പൂർണ്ണത പുലർത്തുന്ന ജീവിതമായിരുന്നു ടേംറിഡ്ജിയുടേത്. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയുമായി വാക്കും പ്രവൃത്തിയും സംയോജിപ്പിച്ച് ആശയം കർമ്മപദത്തിൽ വിജയകരമായി ആവിഷ്കരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പൊതുപ്രവർത്തകർക്ക് സമ്പൂർണ്ണ മാതൃകയാണ് ടേംറിഡ്ജിയുടെ ജീവിതം. പൊതുപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവന മാനിച്ച് രാജ്യം പത്മവിഭൂഷൺ ബഹുമതി നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. ടേംറിഡ്ജിയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രവർത്തകനും ജീവിതാവസാനം വരെ അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. പ്രവർത്തകരെ സ്വാധീനിക്കാനുള്ള അത്രയും വലിയ ആകർഷണീയത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പല പ്രശ്നങ്ങളുമായി ടേംറിഡ്ജിയെ സമീപിക്കുന്ന പ്രവർത്തകർക്ക് പൂർണ്ണമായ പരിഹാരം ലഭിച്ചിരുന്നു. രാജ്യത്തെ ജനാധിപത്യ പോരാട്ടത്തിൽ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേതൃത്വം കൊടുത്തിരുന്ന ലോക സംഘർഷ സമിതിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആഗോള മൂലധന ശക്തികളുടെ കടന്നുകയറ്റത്തിനെതിരെ അതിവിപുലമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ബഹുരാഷ്ട്ര കുത്തകകൾ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, IMF തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികൾ രാജ്യത്തും ലോകത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക അതിക്രമങ്ങളെയും അരാജകത്വത്തെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ദേശവ്യാപക പ്രക്ഷോഭ പരമ്പര തന്നെ അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു. സ്വദേശി സ്വാശ്രയം, സ്വാഭിമാനം എന്ന മുദ്രാവാക്യം കൂടുതൽ ജനകീയമാക്കി. 6 പതിറ്റാണ്ട് നീണ്ടുനിന്നിരുന്ന അദ്ദേഹത്തിന്റെ പൊതുജീവിതം ശ്രേഷ്ഠകരവും അനുകരണീയവുമാണ്. ടേംറിഡ്ജി നമ്മെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹം ഉയർത്തിവിട്ട ചിന്തകളുടെ ആത്യന്തികമായ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന സംഘടനാ പ്രവർത്തകരുടെ മനസ്സിൽ സജീവമായി നിലകൊള്ളുന്ന ടേംറിഡ്ജിയുടെ ഓർമ്മകൾ പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ ദൗത്യം നിർവഹിക്കാൻ ആദർശധീരരും ത്യാഗസമ്പന്നരുമായ കർമ്മധീരന്മാരെ സൃഷ്ടിക്കുവാൻ കഴിയണം.